has become Little Scotland. So, you know, we've had a great welcome. We've had a great welcome from everybody in America. They've been so friendly. You know, it's just been such a great experience. You know, it's the best holiday I've ever experienced. I've been all over the world seeing Scotland play in, and I have to say that without doubt, this was the best. It's very hot, as you can see. But what an atmosphere. What a pleasure it is to be playing with these guys in Miami and in America. What a journey it's been to the World Cup. ബ്രസീലുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി മിയാമിയിലെ ലിറ്റിൽ ഹവാനയെ അതൊരു ലിറ്റിൽ സ്കോട്ട്ലൻഡാക്കി മാറ്റുകയാണ് ആ സ്കോട്ടിഷ് ആരാധകർ. സ്കോട്ടിഷ് പതാകകളുമായി ലോണ്ടിപ്പോ പാർക്കിൽ ആ ആരാധകർ നിറഞ്ഞു. ഘോഷയാത്ര പോലെ നീങ്ങിയ ആ ആരാധക വൃന്ദത്തെ അവിടെ താമസിക്കുന്നവരൊക്കെ ഊഷ്മളമായാണ് സ്വീകരിച്ചത്. വീടുകൾക്ക് മുകളിലിരുന്നൊക്കെ കൈയൊക്കെ വീശി ആ സ്കോട്ട്ലൻഡ് ആരാധകരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. രണ്ടും വ്യാഴാഴ്ച രാവിലെയാണ് ബ്രസീൽ സ്കോട്ട്ലൻഡ് മത്സരം. അതിൻ്റെ പ്രതീക്ഷകൾ അതിലാണ് ആ സ്കോട്ട്ലൻഡ് ആരാധകർ. എപ്പോഴും മനോഹരമായിട്ടുള്ള ഒരോളം തീർക്കുന്ന ടാർട്ടൻ ആർമിയാണ് സ്കോട്ട്ലൻഡിൻ്റേത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കാഴ്ചയോടുകൂടി ഫുട്ബോളം ആരംഭിക്കുകയാണ്. സ്വാഗതം. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇന്ന് നിർണായക മത്സരമാണ്. ആദ്യ മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയോട് അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന പോർച്ചുഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയാണ് നേരിടാൻ പോകുന്നത്. കൊളംബിയയോട് പരാജയപ്പെട്ട ഉസ്ബെക്കിനും ഈ മത്സരം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രാത്രി 10:30 ഹ്യൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. പോർച്ചുഗൽ സമ്മർദ്ദത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഏത് സമ്മർദ്ദവും അതിജീവിക്കാൻ പോന്നവരാണ് അമരത്ത്. അതുകൊണ്ടാണല്ലോ അയാൾ ഇതിഹാസമായതും ഹൃദയങ്ങൾ കീഴടക്കിയതും. പരിഹസിച്ചവരെയെല്ലാം നിശബ്ദമാക്കാൻ ആ ബൂട്ടുകൾക്ക് ഒരു നിമിഷം മതി. 6ാം ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോയ്ക്ക് ആദ്യ മത്സരത്തിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാനായില്ല. ഉസ്ബെക്കിസ്ഥാനെതിരെ ആ വീര്യം നുരഞ്ഞു പൊങ്ങുമെന്ന് കരുതാം. ബ്രൂണോ ഫെർണാണ്ടസ്, റാഫേൽ ലിയാവോ, ഗോൺസാലോ റാമോസ് തുടങ്ങി കരുത്തന്മാരുണ്ടായിട്ടും ആദ്യ കളിയിൽ ക്ലിനിക്കൽ ഫിനിഷിംഗിന്റെ കുറവ് പോർച്ചുഗൽ നിരയിൽ പ്രകടമായിരുന്നു. ക്ലബ് ഫുട്ബോളിൽ വിഖ്യാതരെങ്കിലും ബ്രൂണോയ്ക്കും വിറ്റീഞ്ഞയ്ക്കും പന്ത് ബോക്സിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് നാണക്കേട്. ഉസ്ബെക്കിസ്ഥാനെതിരെ വൻ മാർജിനുള്ള ജയം മാത്രമാണ് പറങ്കിപ്പടയുടെ ലക്ഷ്യം. മറുഭാഗത്ത് തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന മനോഭാവത്തോടുകൂടിയാണ് എത്തുന്നത്. ആദ്യ മത്സരത്തിൽ കൊളംബിയയോട് 3-1 പരാജയപ്പെട്ടെങ്കിലും കന്നി ലോകകപ്പ് ഗോൾ കണ്ടെത്തി ഫുട്ബോൾ ലോകത്തിന്റെ കൈയടി നേടാൻ വൈറ്റ് വൂൾസിന് കഴിഞ്ഞു. 2006 ഇറ്റലിയെ ലോകകപ്പ് ജയത്തിലേക്ക് നയിച്ച ഇതിഹാസ പ്രതിരോധ താരം ഫാബിയോ കനവാരോയാണ് ഉസ്ബെക്കിസ്ഥാന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. പോർച്ചുഗലിന്റെ ശക്തമായ ആക്രമണ നിരയെ തടഞ്ഞു നിർത്താൻ കനവാരോയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യമായാണ് പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകതാരത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം യുവതാരങ്ങളാണ് ഉസ്ബെക്ക് നിരയിലുള്ളത്. എന്നാൽ മൈതാനത്ത് ആ സ്നേഹം പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. എന്തായാലും പോർച്ചുഗലിന്റെ മത്സരം ആരംഭിക്കാൻ 10:30 മത്സരം ആരംഭിക്കുമ്പോൾ ആരാധകർക്ക് വലിയൊരു ആകാംക്ഷ, സംശയം നിലനിൽക്കുന്നത് അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 11-ൽ കളിക്കുമോ എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 11-ൽ ഉണ്ടാകുമോ എന്ന് പോർച്ചുഗീസ് പരിശീലകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. അതിനുള്ള സമയം ആയില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ മത്സരത്തിൽ 90 മിനിറ്റും ഉണ്ടായിരുന്നു കോങ്കോയ്ക്കെതിരെ. പക്ഷേ ഇന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യം അത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് പോർച്ചുഗൽ ആരാധകരുടെ മുന്നിൽ. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ഈ ആരാധകരുടെ പ്രതീക്ഷകളൊക്കെ ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ അർജന്റീന ആരാധകർക്കൊപ്പം അനീഷ് ചേർന്നപ്പോൾ ചില പോർച്ചുഗൽ ആരാധകരെ നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ അവർ നേരത്തെ എത്തിയിട്ടുണ്ടോ? ഇന്ന് അവിടെ ആരാധകരുണ്ടോ മത്സരം കാണാനായിട്ട്? അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യം കളിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? പരമ്പരാഗതമായി നമുക്കറിയാം കേരളത്തിലെ കാണികൾ ബ്രസീലിനെയും
അർജന്റീനയും പിന്തുണയ്ക്കുന്ന ആളുകളായിരുന്നു, ഏറിയ പങ്ക് ആളുകളും ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ച പോർച്ചുഗലിന് വലിയ തോതിൽ ആരാധകർ ഉണ്ടാവുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ താരത്തിൻ്റെ ചിറകുകളിലേറി വീണ്ടും പോർച്ചുഗൽ ഒരു വലിയ കുതിപ്പ് നടത്തും. അതായത് കഴിഞ്ഞ ദിവസത്തെ കളിയിൽ അത്ര തൃപ്തികരമായ ഒരു കളിയായിരുന്നില്ല അത് ആരാധകർക്ക് എന്നാണ് നമുക്ക് അന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ആ പിഴവുകളൊക്കെ പരിഹരിച്ച് ഇന്ന് ഒരു വലിയ മികച്ച പ്രകടനം ഉസ്ബെക്കിസ്ഥാനെതിരെ റൊണാൾഡോയുടെ സംഘം നടത്തുമെന്ന ഒരു പ്രതീക്ഷയാണ്. ഇതിഹാസ താരങ്ങളെല്ലാം വലിയ തോതിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ലോകകപ്പാണ്. പ്രത്യേകിച്ചും ലയണൽ മെസ്സി ഇതിനകം 5 ഗോളുകളുമായി മുന്നോട്ട് പോകുന്ന ആ സാഹചര്യം. തൊട്ടു പിന്നാലെ എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നു. അങ്ങനെ എല്ലാ ടീമിലെയും മികച്ച താരങ്ങൾ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രകടനം നടത്തുമ്പോൾ അല്പം നിറം മങ്ങി നിൽക്കുന്നത് ഇപ്പോൾ റൊണാൾഡോ മാത്രമാണ്. അതുകൊണ്ട് തൻ്റെ ഒരു സ്ഥിരം ശൈലിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇന്നത്തെ മത്സരം എന്താണ് പ്രതീക്ഷിക്കുന്നത്? റൊണാൾഡോ തകർക്കും. റൊണാൾഡോനെ വിമർശിച്ച് എല്ലാവർക്കും ഒന്ന് മറുപടി കൊടുക്കുന്നതാണ്. അതാണ് ഇന്നത്തെ മാച്ചിന്റെ ഹൈലൈറ്റ്. ഈ കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോൾ ഒരുപാട് ട്രോളുകളൊക്കെ വന്നു. അത് നോക്കണ്ട, ട്രോളുകൾ എല്ലാ ടീമിനും ഉണ്ടാവും. അതേമാതിരി ഇപ്പൊ റൊണാൾഡോക്ക് കിട്ടിയത് അത് നോക്കണ്ട. ഇന്ന് അത് തിരിച്ചു കൊടുക്കും, റൊണാൾഡോ തിരിച്ചു കൊടുക്കും. അല്ല, പക്ഷേ ഇപ്പം മെസ്സി ആയാലും എംബാപ്പെ ആയാലും അങ്ങനെ എല്ലാവരും മികച്ച പ്രകടനങ്ങളാണ് ഈ ലോകകപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു അവസരത്തിന് തീരാത്ത അല്ലെങ്കിൽ ഒരു ഇതിഹാസമാണ്. പക്ഷെ അത് ഇത് നമുക്ക് എന്താ വെച്ചാല് പോർച്ചുഗലിന്റെ കളി നമുക്ക് മുമ്പത്തെ എടുത്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഒരു ഇതിലേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവരും അത് അവര് വിഷയമാക്കി മാറ്റാണത്. ഇത് അങ്ങനൊന്നും വിഷയമൊന്നുമില്ല. ഇന്ന് കളി കണ്ടാൽ മനസ്സിലാവും ഒരു നല്ലൊരു മാച്ചായിരിക്കും നടക്കുക. അല്ല, ഒരു വിഷമമുണ്ടോ മൊത്തത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ? ഇല്ല, വിഷമമൊന്നുമില്ല. ഇന്നത് തകർക്കാനുള്ള കാത്തിരിക്കപ്പാണ് എല്ലാവരും. ഈ ആളുകൾ എല്ലാവരും ജനങ്ങൾ ഇത് കാത്തിരിക്കുക റൊണാൾഡോന്റെ ആ ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട്. റൊണാൾഡോ ജയിക്കും. പോർച്ചുഗൽ ജയിക്കത്തില്ലേ? എങ്ങോട്ട് കഴിഞ്ഞ കളി ഇഷ്ടപ്പെട്ടായിരുന്നോ? കഴിഞ്ഞ കളി കണ്ടോ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല കളിയായിരുന്നു. എത്ര ഗോളും ജയിക്കും? 5 ഗോള്. കുട്ടി ആരാധകർ ഒരുപാടുണ്ട് റൊണാൾഡോയ്ക്ക്. ഈ ജെൻസി കൂട്ടങ്ങളിൽ ഒരുപാട് പേർ റൊണാൾഡോയുടെ ആരാധകരാണ് എന്നാണ്. കഴിഞ്ഞ കളി പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്തിയില്ല. കളി കഴിഞ്ഞ് ഫുള്ള് ട്രോളായിരുന്നു. പന്ത് അങ്ങോട്ട് കൊടുക്കുന്നില്ല, ആള് കാത്തു നിൽക്കുക പോസ്റ്റിന്റെ ഫ്രണ്ടിൽ പന്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ ഇന്നലെ നേരെ തിരിച്ച് അർജന്റീന കളിക്ക് നേരെ തിരിച്ച എല്ലാ പന്തുകളും മെസ്സിയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് എന്ത് സംഭവിക്കും? തനിയാവർത്തനമായിരിക്കും. ഇന്ന് മിക്കവാറും പോർച്ചുഗൽ നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റൊണാൾഡോന് കഴിഞ്ഞ കളിയിൽ ടീമിന് വളരെയധികം റൊണാൾഡോക്ക് ബോൾ കൊടുത്തില്ല എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മിക്കവാറും ഇന്ന് അത് തിരുത്തി നല്ല രീതിയിൽ റൊണാൾഡോ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. റൊണാൾഡോ ഗോൾ അടിക്കാനും ചാൻസ് ഉണ്ട്. പോർച്ചുഗലിന്റെ ഫാനാണോ? അല്ല, ഞാൻ അർജന്റീന ഫാനാണ്. അർജന്റീനക്കാരനാണ്. പക്ഷെ മെസ്സിക്ക് നേരെ തിരിച്ചാ എടുക്കുന്ന പന്തെല്ലാം മെസ്സിക്കാ കൊടുക്കുന്നത്. അതെ. ഇന്നലെ മെസ്സി നല്ല രീതിയിൽ മെസ്സിയിൽ 2 ഗോൾ അടിച്ചു. ടോട്ടൽ 5 ഗോൾ അടിച്ചു. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇന്നലെ. പെനാൽറ്റി മിസ്സായെങ്കിലും നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് നല്ല 2 ഗോൾ അടിച്ച് ഞങ്ങളെ. അപ്പൊ ഇന്ന് റൊണാൾഡോ നന്നായിട്ട് കളിക്കുമെന്ന്. അതെ, നല്ലൊരു കളി കാണാമെന്ന്. അതാണ് നിങ്ങൾ ഏതാണ്? പരാതി പറയുന്ന എല്ലാരും ഈ മെസ്സിക്കാണ് എല്ലാ പന്തുകളും അർജന്റീന കൊടുക്കുന്നത്. തിരിച്ച് പോർച്ചുഗലിന്റെ പന്ത് കിട്ടുന്നില്ല റൊണാൾഡോയ്ക്ക്. എന്താ ഇന്നൊരു മാർഗം ചെയ്യുക? പോർച്ചുഗൽ ആരാധകരാണോ? കഴിഞ്ഞ കളിയിൽ ഒരു പരാതി ഏതായിരുന്നു? റൊണാൾഡോയ്ക്ക് പന്ത് കിട്ടുന്നില്ല, ആരും കൊടുക്കുന്നില്ല, നിസ്സഹായനായി പിന്നെ ബോക്സിന്റെ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് എന്തെങ്കിലും മാറ്റം വരുമോ? തീർച്ചയായിട്ടും അവരോടെല്ലാം ചെന്നു പറ ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ആദ്യ മത്സരം ഞങ്ങൾ സിമ്പിളാക്കി, ഞങ്ങളുടെ പോരായ്മ തന്നെയാണ്. ഇന്നത്തെ മത്സരം ബോളുകൾ നിരന്തരം മുന്നോട്ട് പോകും, ഗോളുകൾ വെറുതെ വന്നുകൊണ്ടിരിക്കും. പുച്ഛിച്ച് തള്ളിയവരും കളിയാക്കിയവരും മനസ്സിലാക്കും യഥാർത്ഥ പോർച്ചുഗൽ ആരാ എന്താന്നത്. ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ അതിലൊരു തീരുമാനമാകും റൊണാൾഡോക്ക് ബോൾ കിട്ടുമോ ഇല്ലയോ എന്ന്. പിന്നെ ആളുകൾ എന്ത് ആദ്യം ആരാധകരോട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടാകുമോ എന്നൊന്ന് ചോദിക്കാം. തിരിച്ചു വരുമ്പോൾ മൂപ്പർക്ക് ഒരു അരമാണ്, ഒരുപാട് തവണ വന്നിട്ടുമുണ്ട്, ഇന്നും അത് തന്നെ ആവർത്തിക്കും. ഞങ്ങളുടെ അണ്ണൻ ഞങ്ങളെ രക്ഷിക്കും, പോർച്ചുഗലിനെ രക്ഷിക്കും. പലരും എഴുതി തള്ളവർ മനസ്സിലാക്കും പോർച്ചുഗൽ. അല്ല, ഇന്ന് ആദ്യത്തെ ചോദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ 11 നിന്ന് കളത്തിൽ ഇറങ്ങുമോ എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ആരാണ്? ആ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കോച്ച് മാർട്ടിനസ് എന്താ പറഞ്ഞത്? റൊണാൾഡോ ആണ് ഞങ്ങളുടെ ടീമിലെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. 1-0 കൊങ്കോയുമായ ഒരു മത്സരം സമനിലയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് റൊണാൾഡോയെ കയറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ ലീഡിലല്ല, ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറെ ഞങ്ങളെ എങ്ങനെ കയറ്റുക എന്നാണ് ചോദിച്ചത്. ആ മാർട്ടിനസ് എങ്ങനെയാണ് റൊണാൾഡോയെ 11 നിന്ന് പുറത്താക്കുക? ഈ ആദ്യ മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ കോച്ച് പറഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അത് പറയാറായിട്ടില്ല എന്നുള്ളതാണ്. ആ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്ലാനെങ്കിൽ അത് പറയാൻ എന്താണ് മടി? ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിലുണ്ടെന്ന് ഉറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോരെ? എന്താണ് ഇത്ര സംശയം?
എന്നോട് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് 11 ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അത് പറയാറായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും വലിയൊരു കളിക്കാരനെ കുറിച്ച് അങ്ങനെ പറയാറായിട്ടില്ലെന്ന് പറയുന്നത്, മെസ്സി ഇല്ലാത്ത അർജന്റീനയെ പറ്റി, എംബാപ്പെ ഇല്ലാത്ത ഫ്രാൻസിനെ പറ്റി ചിന്തിക്കാൻ കഴിയുമോ? ഈ ബ്രസീലിൻ്റെ കളിയുടെ സമയത്ത് കാർലോ ആഞ്ചലോട്ടിയോട് ചോദിച്ചു നിങ്ങളുടെ പ്ലേയിങ് 11. ആഞ്ചലോട്ടി പറഞ്ഞു ഞങ്ങളുടെ 11 ഞങ്ങൾക്കറിയാം, നിങ്ങളോട് ഞങ്ങൾ പറയില്ല, മാധ്യമങ്ങളോട് ഞങ്ങൾ പറയില്ല, എതിരാളികൾക്ക് തന്ത്രം മനസ്സിലാകാതിരിക്കാൻ. റോബർട്ടോ മാർട്ടിനസ് റൊണാൾഡോ 11-ൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുത്തില്ലെങ്കിൽ എതിരാളികളായ ഉസ്ബെക്കിസ്ഥാൻ ചിലപ്പോൾ തന്ത്രം മാറ്റേണ്ടി വരും. അവർ കൺഫ്യൂസ്ഡ് ആകും. പക്ഷേ പ്ലേയിങ് 11 പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ റൊണാൾഡോയെ കാണുമ്പോൾ അവർക്ക് തന്ത്രം മെനയാൻ കുറച്ച് സമയമേ കിട്ടുള്ളൂ. അത് മതി മൂപ്പർക്ക് അടിച്ചു കയറ്റാൻ. ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? വാചകം മാത്രമേ കളിയൊന്നുമില്ല, വാചകം മാത്രമേ ഉള്ളൂ, കളിയൊന്നും ഉണ്ടാവില്ല. ആദ്യ മത്സരം കഴിഞ്ഞ കൊല്ലം സൗദിയോട് പൊട്ടിട്ട് ഇവർ കപ്പടിച്ച്. അപ്പൊ ആദ്യ മത്സരം സമനിലയായ ഞങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഞങ്ങളും തിരിച്ചു വരും, ഞങ്ങളും അടിക്കും. കളി കാണട്ടെ. കളി 2 അടിച്ചു അല്ലേ? കഴിഞ്ഞ ദിവസം കളി 3 അടിച്ചു. 5 ഗോളായി ഇപ്പോൾ ഒറ്റയ്ക്ക് മെസ്സിക്ക്. നമ്മൾ ഓവർ ഗോൾ അടിക്കുന്നല്ല പറയണേ, നമ്മൾ കളി ഇതിൽ കാണും, കളി ഇതിൽ കണ്ടിട്ട് ഇത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുന്നേ നമ്മൾ ഇത് അടിക്കുന്ന നമ്മൾ അറിയില്ല. കളി കാണൂ, പ്രേക്ഷകർക്ക് അതിൻ്റെ മുമ്പിൽ റിസൾട്ട് കാണും, അതന്നെ. അപ്പോൾ നമുക്ക് കൂടുതൽ ആരാധകരുണ്ട്. അത് ഇന്ന് മാറ്റം വരുമോ? കഴിഞ്ഞ അവിടുത്തെ പോലെ തന്നെ ആയിരിക്കുമോ? മാറ്റം വരും. എന്താ പ്രതീക്ഷിക്കുന്നത്? റൊണാൾഡോ ഗോളടിക്കും. അടിക്കാൻ ടീമിലുണ്ടാവുമോ ഇന്ന്? അതൊക്കെ ഉണ്ടാവും. റൊണാൾഡോ ഇല്ലാണ്ട് പിന്നെ എന്ത്? റൊണാൾഡോ ഇല്ലാണ്ട് എന്ത് പോർച്ചുഗൽ? നിങ്ങൾ പോർച്ചുഗലിന്റെ ആരാധകരാണോ ശരിക്കും റൊണാൾഡോയുടെ ആരാധകരാണോ? പോർച്ചുഗൽ റൊണാൾഡോ കാരണം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളാരും പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഇപ്പോൾ മെസ്സി കളിക്കുന്നതിൻ്റെ മുമ്പ് അവിടെ മറഡോണയും ഇവരൊക്കെ കളിച്ച് വളർന്നതാണ്. അതേപോലെ പോർച്ചുഗൽ എന്ന് ആർക്കും അതിൻ്റെ മുമ്പ് അറിയില്ല. റൊണാൾഡോ ഉണ്ടായിട്ടാണ് നമുക്ക് പോർച്ചുഗൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇങ്ങനെ ഫുട്ബോൾ ഇത്ര ഇതിലുണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോ വഴിയാണ് നിങ്ങൾ പോർച്ചുഗലിലേക്ക് പോയത്? റൊണാൾഡോ വഴി തന്നെ. റൊണാൾഡോ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് വിഷമമുണ്ടായോ? ഈ ഗോൾ പോസ്റ്റിന്റെ അവിടെ പന്ത് കിട്ടാതെ കൈയൊക്കെ കാണിച്ചു നിൽക്കുന്നു. കിട്ടിയ പന്ത് നല്ലപോലെ പാസും ഇതൊക്കെ ചെയ്തിരിക്കണം. പക്ഷേ ടീം നല്ലപോലെ അറ്റാക്ക് ചെയ്തൊന്നും കളിച്ചിട്ടില്ല. അത് റൊണാൾഡോന്റെ കുഴപ്പമില്ലല്ലോ. ഇന്നലെ മെസ്സി കളിച്ചാണെങ്കിലും മെസ്സി കുറേ പന്ത് പോസ്റ്റിന് കുറേ നല്ല ചാൻസുകൾ മെസ്സി ഒഴിവാക്കുകയൊക്കെ ചെയ്തിരിക്കണം. അതേപോലെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? കൂടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം അല്ലേ? കൂടെ ആൾക്കാർ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇനിയുണ്ട് നമുക്ക്. അവരെല്ലാം പറയുന്നത് റൊണാൾഡോ വഴിയാണ് അവർ പോർച്ചുഗലിലേക്ക് എത്തിയത്, അല്ലാതെ പോർച്ചുഗൽ വഴി അല്ല റൊണാൾഡോയ്ക്ക് പോയതെന്നാണ് പറയുന്നത്. വലിയ വിജയം. പോർച്ചുഗലിന്റെ ആൾക്കാരാണോ? പോർച്ചുഗലല്ല, ബ്രസീലാണ്. അപ്പൊ ഇന്ന് എന്താ ഇവർ ജയിക്കുന്ന? റൊണാൾഡോ 2 ഗോൾ അടിക്കും. റൊണാൾഡോ അടിക്കണമെന്നാണ് ആഗ്രഹം. ആകണം. പക്ഷെ കഴിഞ്ഞ കളി അത്ര ശരിയായില്ല. കഴിഞ്ഞ കളി നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അടുത്ത നമ്മൾ ഈ കളി എന്തായാലും അടിക്കും റൊണാൾഡോ. അപ്പം റൊണാൾഡോ കപ്പടിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതോ നെയ്മർ കപ്പടിക്കണം? നെയ്മർ കപ്പടിക്കണം എന്നാണ്. പക്ഷെ റൊണാൾഡോ ഈ കളി ജയിക്കണം. രണ്ടും വേണം. ഫൈനലിൽ റൊണാൾഡോയെ കിട്ടിയാൽ നന്നായിരിക്കും അല്ലേ? ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, ലാസ്റ്റത്തെ വേൾഡ് കപ്പ് അല്ലേ, അപ്പൊ കിട്ടിയാൽ അത്ര ഒന്നല്ലേ. അതെ, ഇനി കളിക്കാൻ കഴിയാലോ, ഇന്നിലെ കാലത്തൊന്നും കളിക്കാൻ കഴിയാലോ, കഴിഞ്ഞില്ല. ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ ഇത്. അതുകൊണ്ട് ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് അടിക്കണം തന്നെയാണ്. അല്ല, പക്ഷെ അർഹിക്കുന്ന ഒരു ബഹുമാനം മറ്റ് ടീമംഗങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ബാക്കിയുള്ള ടീമുകൾ ക്രിസ്ത്യാനോനെ കാണുന്നത് ഇപ്പോ വെറും തീർന്ന് ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാനില്ല. വേണം ഈ കളിയിൽ ഗോൾ വരാം, ചിലപ്പോൾ അടുത്ത കളിയിൽ അടിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ഒരു കളി പോയി ആയിരിച്ചു ഒരിക്കലും പ്ലെയറിനെ വിലയിരുത്തരുത്, ടീമിനെ വിലയിരുത്തരുത്, ഒരിക്കലും ഇതല്ല. അടുത്ത കളിയിലല്ല ഈ കളിയിലോ എന്തായാലും ഗോൾ അടിക്കുന്നതന്നെ പറയുന്നത്. പോർച്ചുഗൽ ജയിക്കും ചെയ്യും. ഈ പക്ഷേ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ലെന്നുള്ള ഒരു വലിയ പരാതിയാണ്. കാര്യം കഴിഞ്ഞ കളി കഴിഞ്ഞപ്പോൾ വന്നപ്പം ഏറ്റവും വലിയതായിട്ട് ഉയർന്നു വന്ന പന്ത് കൊടുക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുക, ആരെങ്കിലും പന്ത് താത്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിപ്പോ എല്ലാവരും പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ടീമിന്റെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ. ബാക്കിയുള്ളവർ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിൽ പിന്നെ എന്തിനാ ഇതാക്കണ, നമ്മള് എന്താ പറയാ. അതന്നെ. അപ്പൊ എന്തായാലും ഇന്ന് ജയിക്കും. പോർച്ചുഗലിന്റെ ഫാനാണോ? പോർച്ചുഗലിന്റെ ഫാനാണ്. റൊണാൾഡോയുടെ ഫാനാണ്. കപ്പടിക്കുമോ? കപ്പടിക്കണം. എന്താ പ്രതീക്ഷിക്കുന്നത്? പോർച്ചുഗലുകാരൻ തന്നെയാണ്. കഴിഞ്ഞ കളി തൃപ്തി ഉണ്ടായിരുന്നോ? കഴിഞ്ഞ കളി വലിയ പ്രതീക്ഷയിലേനി, നമ്മള് 100% ആയില്ലേനി. ഇപ്രാവശ്യം എന്തായാലും കാണാം. ഇന്നിപ്പോ ടീമിൽ 11 കാണുമെന്നൊക്കെ ചില സംശയങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. അത് നോക്കണ്ട, ടീമിലുണ്ടാവും. ടീമിലുണ്ടാവും. റൊണാൾഡോ ഇല്ലാതെ ടീമില്ല. അങ്ങനെയാണ്. റൊണാൾഡോ അല്ലാതെ ടീമില്ലല്ലോ. പോർച്ചുഗലിൽ കരുത്തി വെച്ചാൽ റൊണാൾഡോ ആണല്ലോ. അപ്പോൾ ഇറങ്ങണമെന്നാണ്.
എന്തായാലും അതാണ് ടീമിലുണ്ടാവും. ഒപ്പം കഴിഞ്ഞ കളിയിലെ ചില ചില്ലറ പാളിച്ചകളൊക്കെ പരിഹരിച്ച് ശക്തമായി തന്നെ ഒരു വിജയം നേടി പോകുമെന്നാണ് അവർ പറയുന്നത്. എൽദോ, എന്തായാലും അനീഷ് സൂചിപ്പിച്ചു. അനീഷിന്റെ ഒപ്പമുള്ള ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലെ റൊണാൾഡോ ഗോൾ അടിക്കട്ടെ, റൊണാൾഡോ ആദ്യ 11 ഉണ്ടാകട്ടെ, ആദ്യം തന്നെ ഗോൾ അടിക്കട്ടെ, ഗോളിൻ്റെ അവസരങ്ങൾ മിഡ്ഫീൽഡിൽ ഒരുക്കട്ടെ. എന്നാലും മനോഹരമായിട്ടുള്ള പേപ്പറിലെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡുകളിൽ ഒന്നാണ് പോർച്ചുഗലിൻ്റേത്. പക്ഷേ ആദ്യ മത്സരത്തിൽ വല്ലാതെ നിറമങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഖത്തർ ലോകകപ്പിൽ ആ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റൊണാൾഡോയെ ആദ്യ 11 ഒഴിവാക്കിയ തീരുമാനം അന്ന് 6-0 പോർച്ചുഗൽ ജയിച്ചത്. അപ്പോൾ അത്തരമൊരു സംഭവം ഉണ്ടാകുമോ, റൊണാൾഡോ ചിരിച്ചു തന്നെ കളത്തിലേക്ക് എത്തുമോ എന്നൊക്കെ കാത്തിരിക്കാം. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. ക്രൊയേഷ്യയെ തകർത്ത ഇംഗ്ലണ്ട് മികച്ച ഫോമിലാണ്. പനമയെ തോൽപ്പിച്ചാണ് ഘാന എത്തുന്നത്. ജയിക്കുന്ന ടീം നോക്കൗട്ട് ഉറപ്പിക്കുകയും ചെയ്യും. അടുത്ത മത്സരം പുലർച്ചെ 4:30 അതിൽ ക്രൊയേഷ്യയും പനാമയുമാണ് ഏറ്റുമുട്ടുന്നത്. ആദ്യ ജയമാണ് ക്രൊയേഷ്യ ഒപ്പം പനാമ രണ്ടുപേരും ലക്ഷ്യമിടുന്നത്. മൂന്നാം മത്സരം 7:30 നടക്കും. അത് കൊളംബിയ DR കോങ്കോ. പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച DR കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് കൊളംബിയയ്ക്ക് എതിരാളി. ആദ്യ മത്സരത്തിൽ കൊളംബിയ ജയിച്ചു. ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ച കൊളംബിയയ്ക്ക് 3 പോയിന്റ് ഉണ്ട്. ഇതിനോടകം തന്നെ അങ്ങനെ നോക്കൗട്ട് ഉറപ്പിക്കാനായിരിക്കും കൊളംബിയയുടെ ശ്രമം. ഇപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക്. ലയണൽ മെസ്സിയുടെ ആ 18 ഗോളുകൾ എന്ന നേട്ടത്തിലേക്കൊക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ ലയണൽ മെസ്സി ഒന്നാമത് എത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ. 28 മത്സരങ്ങളിൽ നിന്നാണ് ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് ലയണൽ മെസ്സി മറികടന്നു. മെസ്സിയോളം മെസ്സി മാത്രം. റെക്കോർഡുകൾ ചിലപ്പോൾ മറ്റൊരാൾ ഭേദിച്ചേക്കാം. പക്ഷേ മെസ്സി തീർക്കുന്ന പ്രഭാവലയം അത് ഭേദിച്ച് ഫുട്ബോളിന്റെ സിംഹാസനത്തിലേറാൻ മറ്റൊരാൾക്കാവില്ല. 18ാം ഗോൾ നേട്ടത്തിനൊപ്പം 18ാം ലോകകപ്പ് മത്സര ജയം കൂടിയായിരുന്നു മെസ്സിക്ക്. ക്ലോസയുടെ തന്നെ 17 ജയങ്ങൾ എന്ന റെക്കോർഡാണ് പിന്നിലായത്. ഞാൻ എൻ്റെ പ്രായത്തെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുന്നില്ല. ഓരോ തവണയും കളത്തിലിറങ്ങുമ്പോൾ 100% ശ്രമിക്കുന്നു, അത്രമാത്രം. ലളിതമായിരുന്നു ലയണൽ മെസ്സിയുടെ ഉത്തരം. Partido a partido, sin ir más allá, hoy dimos un paso importante, tenemos la tranquilidad de haber obtenido el pase ya y como primero, que era el primer objetivo, y nada, pensar en partido a partido. പെനാൽറ്റി അവസരം നഷ്ടമാക്കിയപ്പോൾ പുരുകം ചുളിച്ചവർക്കുള്ള മറുപടിയായിരുന്നു മെസ്സിയുടെ ഡബിൾ. വിമർശകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, അഭിനന്ദിക്കുന്നു. Well, Messi is a beast. Messi came to get the record of most goals in the World Cup, and he got it. He got 2 of them. The next team is, as you know, they will win again, top the pool, and rest will be the history. They will win again this year. നാളെ മെസ്സിക്ക് 39ാം ജന്മദിനമാണ്. ഒരു 18കാരനെ പോലെ മൈതാനം വാഴുന്ന മെസ്സി സ്വന്തമായി കണ്ടെത്തിയ സമ്മാനമാണ് ഈ റെക്കോർഡ് ഗോൾ വേട്ട. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിൽ ഓസ്ട്രിയയെ തകർത്തു. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന നോക്കൌട്ടിലെത്തി. ഡാളസ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ ജയം. മത്സരത്തിന്റെ 38ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിലുമായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. 9ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി പുറത്തേക്ക് അടിച്ചു. മെസ്സി ആരാധകരെ നിരാശപ്പെടുത്തി. പക്ഷേ 38ാം മിനിറ്റിൽ ഫക്കുണ്ടോ മെദീനയുടെ ക്രോസിൽ നിന്ന് തകർപ്പൻ ഗോളിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഈ ഗോളോടെയാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി തകർത്തത്. ഇഞ്ചുറി ടൈമിൽ കൗണ്ടർ അറ്റാക്കിലൂടെയായിരുന്നു 2ാം ഗോൾ. ഇറാഖിനെതിരെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക്
ഇറാഖിനെ തകർത്ത് ഫ്രാൻസ് നോക്കൌട്ടിലെത്തി. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളും ഔസ്മാൻ ഡെംബലയുടെ ഗോളുമാണ് ഫ്രാൻസിന് അനായാസ ജയം സമ്മാനിച്ചത്. 14ാമത്തെ മിനിറ്റിൽ മൈക്കൽ ഒലീസയുടെ അസിസ്റ്റിൽ എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി അക്കൗണ്ട് തുറന്നു. 54ാം മിനിറ്റിലായിരുന്നു എംബാപ്പയുടെ 2ാമത്തെ ഗോൾ. ലിസയുടെ തന്നെ അസിസ്റ്റിലാണ് ഔസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 3ാം ഗോൾ നേടിയത്. ആ ഗോൾ നേടുന്നതോടെ എംബാപ്പെ ഗോൾ പട്ടികയിൽ 16 ഗോളുകളായി. മെസ്സി മാത്രമാണ് ഇപ്പോൾ എംബാപ്പയ്ക്ക് മുന്നിലുള്ളത്. മിറോസ്ലാവ് ക്ലോസെ ഒപ്പം നിൽക്കുന്നു. സെനഗലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് നോർവേ നോക്കൌട്ട് റൗണ്ടിലെത്തി. എർലിംഗ് ഹാളൻഡിന്റെ ഇരട്ട ഗോളും മാർക്കസ് പെഡേഴ്സിന്റെ ഗോളുമാണ് നോർവേക്ക് ആവേശകരമായിട്ടുള്ള ജയം സമ്മാനിച്ചത്. സെനഗലിനായി ഇസ്മായിൽ അസാർ ഇരട്ട ഗോൾ നേടി. മത്സരത്തിന്റെ തുടക്കം മുതൽ നോർവേ വ്യക്തമായ ആധിപത്യം നിലനിർത്തി. 43ാം മിനിറ്റിലാണ് പെഡേഴ്സന്റെ ഗോളിലൂടെ നോർവേ അക്കൗണ്ട് തുറന്നത്. 10 മിനിറ്റിനുള്ളിൽ സെനഗൽ തിരിച്ചടിച്ചുവെങ്കിലും ഹാലൻഡിന്റെ 48ാം മിനിറ്റിലെയും 58ാം മിനിറ്റിലെയും ഗോളുകൾ നോർവേക്ക് കരുത്തായി. ഇഞ്ചുറി ടൈമിൽ സാർ ഒരിക്കൽ കൂടി സെനഗലിന് പ്രതീക്ഷ നൽകിയെങ്കിൽ പോലും നോർവേ പ്രതിരോധം പിന്നീട് ഗോൾ വഴങ്ങാതെ നിന്നു. അൾജീരിയ ആദ്യ മത്സരത്തിൽ അർജന്റീനയോട് തോറ്റെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ജോർദാനെ പരാജയപ്പെടുത്തി 1-2 ഗോളുകൾക്കായിരുന്നു അൾജീരിയയുടെ ജയം. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് 2 എണ്ണം തിരിച്ചടിച്ച് അൾജീരിയ ജയം സ്വന്തമാക്കിയത്. 2ാം പകുതിയിലായിരുന്നു 2 ഗോളുകളും. 36ാം മിനിറ്റിൽ നിസാർ അൽ റഷ്ദാന്റെ ഗോളിൽ ജോർദാൻ ആദ്യം സ്കോർ ചെയ്തു. എന്നാൽ പിന്നീട് 69ാം മിനിറ്റിൽ നദീർ ബെൻബുവാലിയിലൂടെ അൾജീരിയ ഒപ്പമെത്തി. 82ാം മിനിറ്റിൽ അമിൻ ഗ്വീരി അൾജീരിയയ്ക്ക് വിജയ ഗോളും സമ്മാനിച്ചു. ഈ തോൽവിയോടുകൂടി ജോർദാൻ ഈ ടൂർണമെന്റിലെ നോക്കൌട്ട് കാണാതെ പുറത്താവുകയും ചെയ്തു. ഇനി ചില ലോകകപ്പ് കാഴ്ചകളിലേക്കാണ്. ഈ ലോകകപ്പ് കാണാൻ മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിൽ എത്തുന്ന കാണികൾക്ക് പുതിയൊരു അനുഭവം നൽകുന്ന ഒരു ഇടമുണ്ട്. മെക്സിക്കോയുടെ സ്വന്തം ടെക്കീല പട്ടണം. ലോകപ്രശസ്തമായ ടെക്കീല എന്ന മദ്യം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അത് നേരിട്ട് കാണാനും അതിൻ്റെ രുചി അറിയാനും ഒക്കെ വലിയ ജനത്തിരക്കാണ് ഈ പട്ടണം. ഗ്വാഡലഹാര സ്റ്റേഡിയത്തിൽ നിന്നും ഏകദേശം 56 കിലോമീറ്റർ അകലെയാണ് ടെക്കുല എന്ന കൊച്ചു പട്ടണം. നീലയും പച്ചയും കലർന്ന നിറമുള്ള അഗാവെ ചെടികളുടെ തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ടെക്കുല മദ്യത്തിന്റെ പ്രധാന ചേരുവ ഈ ചെടികളുടെ കിഴങ്ങുകളാണ്. ഇവിടുത്തെ ഡിസ്റ്റിലറികളിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ടെക്കുല മദ്യത്തിന്റെ നിർമ്മാണം വിശദമാക്കാൻ ഗൈഡുകളുമുണ്ട് ഇവിടെ. അഗാവെ കിഴങ്ങുകൾ വലുപ്പമനുസരിച്ച് 2ആയോ 4ആയോ മുറിച്ച ശേഷം ഓട്ടോക്ലേവ് എന്ന വലിയ സ്റ്റീം ഓവനുകളിലേക്ക് മാറ്റുന്നു. ഏകദേശം 12 മണിക്കൂറോളമാണ് ഇത് ആവിയിൽ വേവിക്കുന്നത്. പിന്നീടാണ് ഓക്കുമരത്തിന്റെ തടിയിൽ നിർമ്മിക്കുന്ന വീപ്പകളിലേക്ക് മാറ്റുന്നത്. കണ്ടറിയാൻ മാത്രമല്ല ടെക്കില രുചിച്ചറിയാനും അവസരമുണ്ട്. വൈടെക്കില, പിൻടെക്കില എന്നിവയ്ക്ക് പുറമെ വർഷങ്ങളോളം ഓക്ക് ബാരലിലിട്ട് വീര്യം കൂട്ടിയ ഏജ്ഡ് ടെക്കിലയുമുണ്ട് ഇവിടെ. Es partido de 2 a 4 partes, todo depende del tamaño. Se transporta y manualmente se deposita dentro de cada horno, que se les conocen como las autoclaves. Funciona por medio de vapor. Se dejan cociendo 12 horas. Una vez que están cocidas, ahora las sacan y manualmente la pasan a una máquina que la conocemos como la desgarradora. Justamente se encarga de triturar y desgarrar toda la piña ya cocida. Una vez que está desgarrada, pasa por todas las bandas y de los molinos. En los molinos cada uno tiene un rodillo. Ese rodillo se encarga prácticamente de exprimir y así extraer el mayor jugo posible. മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിൽ ഇപ്പോൾ എത്തിയാൽ രണ്ടുണ്ട് കാര്യം. ഫുട്ബോൾ ലഹരിയിൽ ആറാടുന്നതിനൊപ്പം ടെക്കിലയുടെ ലഹരിയും നേരിട്ട് ആസ്വദിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
ഈ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേഡിയം വൃത്തിയാക്കി മടങ്ങുന്ന ജാപ്പനീസ് ആരാധകർക്ക് അഭിനന്ദന പ്രവാഹമാണ്. തുനീഷ്യയെ തോൽപ്പിച്ച ശേഷം സ്റ്റേഡിയത്തിലെ ആ മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കുന്ന ജാപ്പനീസ് ആരാധകരുടെ ചിത്രങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. എന്നാലും ആദ്യമായിട്ടല്ല, ഈ സ്ഥിരമായും മത്സരശേഷം സ്റ്റേഡിയം വൃത്തിയാക്കുന്ന നീല സാമുറായികൾ എപ്പോഴും കയ്യടി വാങ്ങാറുണ്ട്, ഒരു വല്ലാത്ത മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യിൽ പതാകയ്ക്കൊപ്പം വലിയ സഞ്ചിയുമായി എത്തുന്ന ജാപ്പനീസ് ആരാധകർ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വേറിട്ട് നിൽക്കുകയാണവർ. ഇരുന്ന കസേരകൾക്ക് താഴെയും ഗാലറിയിലാകെയും കിടന്ന പ്ലാസ്റ്റിക് കുപ്പികളും പേപ്പറുകളും ഒന്നുപോലും ബാക്കി വെക്കാതെ അവർ പെറുക്കിക്കൂട്ടി. ജാപ്പനീസ് സംസ്കാരത്തിൽ ഗോമി ഹിറോ എന്ന് വിളിക്കുന്ന ഈ ശുചീകരണശീലം അവർ ലോകവേദിയിലും കൈവിടുന്നില്ല. ചെറുപ്പം മുതൽക്കേ ക്ലാസ് മുറികൾ സ്വയം വൃത്തിയാക്കാനാണ് അവരെ പഠിപ്പിക്കുന്നത്. വന്നതിനേക്കാൾ വൃത്തിയായി ഇടങ്ങൾ തിരികെ നൽകുക എന്നതാണ് ശീലം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഈ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ജാപ്പനീസ് ആരാധകർ.来た時よりも帰った時の方が綺麗になるようにということを覚えて育つので、それがこういう、世界の人たちが注目するスタジアムで、披露されているのはとても誇らしいと思います。日本人は、自分で使ったものは自分で始末する、片付けをするということがもともと身についているので、なので当たり前の文化として、使ったものは全てきれいに終えるように。ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ ഈ ശുചീകരണത്തിൽ പങ്കുചേരുന്നു. കളി കാണാനെത്തുമ്പോൾ തന്നെ മാലിന്യം ശേഖരിക്കാനുള്ള കവറുകൾ അവർ കയ്യിൽ കരുതും. സ്നേഹത്തോടെ സ്വീകരിച്ച മെക്സിക്കോയോടുള്ള നന്ദി പ്രകടനം കൂടിയായിരുന്നു ജാപ്പനീസ് ആരാധകർക്ക് ഈ ശുചീകരണം. ഉപയോഗശേഷം ആ സ്ഥലം വൃത്തിയാക്കുക എന്ന ജാപ്പനീസ് ശീലം മുൻകൂട്ടി കണ്ട് സ്റ്റേഡിയത്തിലും ഫാൻ ഫെസ്റ്റുകളിലും 20,000-ഓളം മാലിന്യ ബാഗുകളാണ് മുൻകൂട്ടി വിതരണം ചെയ്തത്. കളിയിലെ ജയത്തിനും തോൽവിക്കുമപ്പുറം സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ വൃത്തിയുള്ള മാതൃകയാണ് ജപ്പാൻ കാഴ്ചവെക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ ഈ വൃത്തിയുള്ള മാതൃകയോടുകൂടി ഫുട്ബോളും പൂർണ്ണമാവുകയാണ്. 10:30 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇറങ്ങുന്നത്. റൊണാൾഡോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പോർച്ചുഗൽ ജയം നേടുമെന്ന് ആശംസിക്കുകയും ചെയ്യാമെന്നാണെങ്കിലും നിർണായകമാണ് പോർച്ചുഗലിന് ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ പശ്ചാത്തലത്തിൽ. ഫുട്ബോളം വീണ്ടും നാളെ രാവിലെ 7:40. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.